ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേസിൽ ജോസഫ്, നസ്രിയ നാസിം എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് MC ജിതിന് സംവിധാനം ചെയ്ത് ഇന്നലെ നവംബർ 22 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് സൂക്ഷ്മദർശിനി. വിവിധ ട്രാക്കേഴ്സും നമ്മളുമൊക്കെ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഒരു കളക്ഷനാണ് ആദ്യ ദിവസവും രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയും ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. ആദ്യ ദിവസം കേരള കളക്ഷനായി 1.5 കോടി രൂപയാണ് പ്രതീക്ഷിച്ചതെങ്കിൽ 1,60,00,000 രൂപയായിരുന്നു ആദ്യ ദിവസം കേരള ഗ്രോസ് കളക്ഷനായി ചിത്രം കളക്ട് ചെയ്തത്. ഗൾഫ് GCC രാജ്യങ്ങളിൽ നിന്ന് മാത്രം 1,70,00,000 സ്വന്തമാക്കിയ ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി 80 ലക്ഷത്തോളം രൂപയുമാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ ദിവസം വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി 4,10,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിലെ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് തീപാറും കളക്ഷനാണ് ചിത്രം കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് കേരള കളക്ഷനായി 3 കോടിയോളം രൂപ കളക്ട് ചെയ്യാനാണ് സാധ്യത. ഇന്ന് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 5.5-6 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ ഈ ബേസിൽ ജോസഫ് ചിത്രം 10.5-11 കോടി റേഞ്ചിലാണ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി എന്നിവർ പ്രധാന വേഷത്തിലെത്തി നവാഗതനായ വൈശാഖ് എലൻ സംവിധാനം ചെയ്ത് നവംബർ 21 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് ഹലോ മമ്മി. ജഗദീഷ്, ജോണി ആന്റണി, അജു വർഗീസ്, ബിന്ദു പണിക്കർ എന്നിങ്ങനെ മികച്ച താരതമ്യമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 65 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരുന്നത്. മൂന്നാം ദിവസമായി ഇന്ന് ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ ഏകദേശം 45 ലക്ഷത്തോളം രൂപയാണ്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് 1,10,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 1.5-2 കോടി റേഞ്ചിലുമാണ്. പ്രേമലു എന്ന സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയ് സിനിമയുടെ സംവിധായകനായ ഗിരീഷ് ഷേഡിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് അയാം കാതലൻ. നവംബർ 7 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ നസ്ലേൻ, ദിലീഷ് പോത്തൻ, ലിജോ മോൾ ജോസ്, അനീഷ്മ അനിൽകുമാർ എന്നിങ്ങനെയാണ് താരനിര. പോസിറ്റീവ് അഭിപ്രായമാണ് ചിത്രം നേടിയെടുത്തിരുന്നതെങ്കിലും ഒട്ടനവധി സിനിമകളുടെ റിലീസോടെ ഈ സിനിമയുടെ കളക്ഷൻ ഇടിയുകയായിരുന്നു. നിലവിൽ 2 ആഴ്ച പിന്നിട്ടിരിക്കുന്ന ഈ സിനിമ കേരള കളക്ഷനായി 4,20,00,000 രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 6.5 കോടി രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കേണ്ട ഈ സിനിമ നിലവിൽ ആവറേജ് വിജയത്തിലേക്ക് അടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒക്ടോബർ 31 ദീപാവലി റിലീസായി തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയെടുത്ത് മുന്നേറുന്ന സിനിമയാണ് ലക്കി ഭാസ്കർ. ദുൽഖർ സൽമാൻ നായകനായി വെങ്കിയല്ലൂർ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ 25ാം ദിവസത്തിലേക്ക് നീങ്ങുമ്പോൾ ഇതുവരെ കേരള കളക്ഷനായി 21 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിത്രത്തിന്റെ ഒഫീഷ്യലായ കളക്ഷൻ പോസ്റ്റർ പുറത്തു വന്നിട്ടില്ലെങ്കിലും ചിത്രം 115-120 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൺ കൂടി ഇനിയെ പിടിച്ചിരിക്കുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.